മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും പീഠങ്ങളും കൈമാറ്റം ചെയ്തത് മതിയായ സുരക്ഷയില്ലാതെ എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ അനുഗമിച്ചില്ല, ഔദ്യോഗിക മേൽനോട്ടമോ അകമ്പടിയോ ഉണ്ടായില്ല. സ്വർണ്ണപ്പാളികളുമായുള്ള 2019 യാത്രയിലും ദുരൂഹതയുണ്ട്. സ്വർണത്തിന്റെ തൂക്കത്തിലെ പൊരുത്തക്കേടുകൾ ഭയപ്പെടുത്തുന്നതാണ്. അന്വേഷണം 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്നും സ്പോൺസറെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഗുരുതരമായ വിഷയങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്, എന്തൊക്കെയാണ്? ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ തൂക്കത്തിലുള്ള വ്യത്യാസങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സ്വർണ്ണപാളികളും പീഠങ്ങളും കൈമാറ്റം ചെയ്തത് മതിയായ സുരക്ഷയില്ലാതെയാണ്. സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ അനുഗമിച്ചില്ല, ഔദ്യോഗിക മേൽനോട്ടം ഉണ്ടായില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 2019 നടത്തിയ യാത്രയും ദുരൂഹമാണ്. പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് നിന്ന് ഇത് കൈപ്പറ്റിയതിനു ശേഷം പിന്നീട് ഈ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയത് 1 മാസവും 9 ദിവസവും കഴിഞ്ഞാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഇതിന്റെ തൂക്കത്തിൽ ഗണ്യമായ വ്യത്യാസമുണ്ടായി. മാത്രമല്ല, ആ വ്യത്യാസം രേഖപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയും ഉണ്ടായി. മാത്രമല്ല, ഇത്തരം പൊരുത്തക്കേടുകൾ ഭയപ്പെടുത്തുന്നതാണ്. സമഗ്രവും വളരെ വിശദവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. തിരികെ എത്തിച്ചപ്പോഴും ആ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായി. ഇങ്ങനെ സ്വർണ്ണപാളികൾ എന്നത് ചെമ്പ് തകിടുകൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് മനഃപൂർവ്വം രേഖപ്പെടുത്തിയതാണ്. മാത്രമല്ല, ഈ വസ്തുതകൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇത് അത്യധികം ഗൗരവപൂർവമായ ഒരു വീഴ്ചയാണ്, ക്രമക്കേടാണ്. അതുകൊണ്ട് തന്നെ ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ അതിന്റെ പവിത്രത, മാത്രമല്ല വിശ്വാസ്യത, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിശദാംശങ്ങളൊക്കെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. മാത്രമല്ല, ഈ സ്പോൺസറുടെ ഉദ്ദേശ ലക്ഷ്യം കൂടി അന്വേഷിക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. ഈ തൂക്കത്തിൽ വ്യത്യാസം വരാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലോഹവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയ സ്വർണ്ണപാളികൾക്ക് പകരം തിരികെ ഏൽപ്പിച്ചത് മറ്റു പാളികളാണോ എന്നതുൾപ്പെടെ അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിടുന്നുണ്ട്. ധന്യ. ശരി മുസ്തഫ.